ഹണി പാടുകയാണ്, സംശയമുണ്ടോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ ഇത്രയും നല്ലൊരു ഗായകനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു. നിനക്ക് പാട്ട് പാടാൻ അറിയായിരുന്നോ? അതെ, നന്നായിട്ട് പാടും ഞാൻ. നീ എവിടുന്നാ പാട്ട് പാടാൻ പഠിച്ചേ? ഞാൻ എവിടുന്നും പഠിച്ചതല്ല. ദൈവം കൊടുത്ത ടാലന്റ് ആണ്. സ്വയമായി പഠിച്ച് പാടുകയാണ്. സംശയമുണ്ടോ? ഇന്ന് വരെ നീ പാടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അതിന് ഞാൻ പാടില്ലല്ലോ, പിന്നെങ്ങനെ കേൾക്കാൻ കഴിയാ? പിന്നെങ്ങനെ ഇപ്പൊ നീ പാടിയത്? ഞാൻ പാടിയതല്ലല്ലോ, ഞാൻ വെറുതെ കേൾക്കുമായിരുന്നു. അപ്പൊ വേറെ ആരാ പാടിയത്? എന്റെ അമ്മോ, ഈ ശബ്ദം കന്നസാറിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ആരാണ് അയാൾ? ഇദ്ദേഹം ഒരുപാട് പേരെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അടികൈ. പക്ഷെ ഇത് ആരാണ്? ഇദ്ദേഹം എന്റെ മാസ്റ്ററാണ്. എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ചീക്കു മഹാരാജ്. നിനക്കെപ്പോഴാണ് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വന്നത്? വെള്ളം വരാത്ത പൈപ്പിൽ നിന്ന് വെള്ളം വന്നു. എനിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വന്നു. അടികൈ. എങ്കിൽ അങ്ങും പഠിക്കൂ. ഇല്ല, ആദ്യം പഠിക്കേണ്ടത് കിറ്റിയാണ്. അപ്പുറത്തെ വീട്ടിലെ പൂച്ച ക്ലാസിക്കൽ പാട്ട് പാടുന്നു, അതുപോലെ തന്നെ കിറ്റിയും ക്ലാസിക്കൽ പാടണം. മ്യൂസിക് എന്ന് വെച്ചാൽ വെറും മ്യൂസിക് അല്ലേ, ഇതിലെന്താ ക്ലാസിക് ഉള്ളത്? ഇദ്ദേഹം എന്തിനാണ് കരയുന്നത്? ഇദ്ദേഹം ആലാപനം ചെയ്യാണ്. തൊണ്ട ചെറുതായി അടഞ്ഞിട്ടുണ്ട്. അത്തിപ്പഴം കഴിച്ചു പോയത് കൊണ്ട് ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. വലിയ പാട്ടുകാരനായ നിങ്ങൾ എന്തിനാ അത് കഴിച്ചത്? അത് ശരി, നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണ്. സംഗീതത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ആലാപനം ചെയ്യൂ. ബണ്ണിക്കാണെങ്കിൽ അതൊന്നും തന്നെ അറിഞ്ഞുകൂടല്ലോ. അല്ല, എന്തിനു വേണ്ടിയാണ് ഈ CD ഇട്ടോണ്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്? പാടി തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചൂടെ? സംശയമുണ്ടോ? പറഞ്ഞതല്ലേ, ഇന്ന് അദ്ദേഹത്തിന്റെ തൊണ്ട ശരിയല്ല. നാളെ പാടിക്കൊണ്ട് പഠിപ്പിക്കും. മാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഇനി ദിവസവും എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കും. എന്ന് വെച്ച് വീട്ടിൽ താമസിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? നിന്റെ പോലുള്ള മൂർഖനത് മനസ്സിലാവില്ല. സംഗീതം പവിത്രമാണ്. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടേയിരിക്കണം, ആലാപനം ചെയ്തുകൊണ്ട്. കിറ്റി, ഞാൻ റെഡിയാണ് കിറ്റി, തുടങ്ങാം. എന്റെ ഗുരുജി, അങ്ങും പാടി തുടങ്ങൂ. ഇവനെന്നെ പാടാൻ സമ്മതിക്കുന്നില്ലല്ലോ ആലാപനം കൊണ്ട്. എങ്കിൽ ആലാപനം ഒന്നും ഇല്ലാതെ പാടൂന്നേ. അവൻ നിർത്തിയാലല്ലേ എനിക്ക് പാടാൻ പറ്റൂ ആലാപനം കൊണ്ട്. എടാ, CD ഒന്ന് നിർത്ത്. ആ മാസ്റ്റർ ജിയെ ഒന്ന് പാടാൻ അനുവദിക്കേ. നിർത്താൻ തന്നെയാ ഞാൻ ശ്രമിക്കുന്നത്. ബണ്ണിയുടെ വോയിസിൽ എന്തോ ഒരു മാറ്റമുണ്ട്. ഈ വോയിസ് മുക്ത പ്രസാദിന്റെ വോയിസ് ആണ്. അടികൈ. മുക്ത പ്രസാദ് സാറിന്റെ CD ഇട്ട് നീ ഞങ്ങളെല്ലാവരെയും പാടി പറ്റിക്കായിരുന്നല്ലേ? നിന്നിന് ഇത്രയും പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല ബണി.
കഴുതേ കിറ്റിയുടെ മുമ്പിൽ എന്റെ മാനം പോയിരിക്കുകയാണ്. ഒരു CD നിനക്ക് ശരിക്കിടാൻ അറിയില്ലല്ലേ? റിമോട്ട് ശരിക്കും വർക്ക് ചെയ്തില്ലായിരുന്നു. കിറ്റ് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും കിറ്റിയോട് പോയി മാപ്പ് പറഞ്ഞേക്കാം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. എന്ത് സംഭവിക്കണമോ അത് സംഭവിച്ചു കഴിഞ്ഞു. അതങ്ങ് വിട്ടേക്കട ബണ്ണി. എന്തായാലും നിന്റെ മൂഡ് പോയി. നീ വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഡോക്ടർ സാറേ, ഇതാണ് തൊണ്ട വിഴുങ്ങി. തൊണ്ട വിഴുങ്ങിയോ? അതെ, അങ്ങയുടെ തൊണ്ട കേടായിരിക്കുകയല്ലേ? സംശയമുണ്ടോ? എന്റെ തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും. എന്നാൽ ഇദ്ദേഹം 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കും. ഇങ്ങോട്ട് വരൂ. കുഞ്ഞുനാൾ മുതൽ സംസാരിക്കാതിരുന്നവരെയും ഞാൻ ചികിത്സിച്ച് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മൊബൈലിന്റെ ആവശ്യം പോലുമില്ല. അവർ സംസാരിച്ചാൽ ഇപ്പോ അടുത്ത സിറ്റി വരെ കേൾക്കും. ഇങ്ങോട്ട് വരൂ, ഇത് കുടിക്കൂ. എനിക്കത് വേണ്ട. ഇങ്ങോട്ട് വരൂ, ഇത് നാരങ്ങ കൊണ്ടുണ്ടാക്കിയതാ. ഇത് നിന്റെ അസുഖമെല്ലാം മാറ്റും. കണ്ടോ, നിന്റെ ശബ്ദം തന്നെ പുറത്തു വന്നു. ഇനി ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ബ്രഷ് കൊണ്ട് എങ്ങനെയാണ് തൊണ്ട ക്ലീൻ ചെയ്യുക? അത് വെച്ച് നമ്മൾ ഫ്ലോറിൽ ക്ലീൻ ചെയ്യുക. അദ്ദേഹത്തിന്റെ അടുത്ത് ബോട്ടിൽ ബ്രഷ് ഉണ്ട്. സംശയമുണ്ടോ? അതെ, ഇത് തൊണ്ടയ്ക്കകത്തേക്ക് കുത്തിയിറക്കി അവിടുള്ള അഴുക്കെല്ലാം വൃത്തിയാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ. സാറേ, ഇത് ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? എങ്കിൽ ഈ വാളുണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം. അപ്പൊ ശബ്ദം പുറത്തു വന്നോളും. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. എന്നെ വിട്ടേക്കൂ, എന്റെ തൊണ്ട ശരിയായി. എന്തൊരു ചൂടാണ് ഇവിടെ. ഇപ്പൊ കാറ്റ് പോലും വരുന്നില്ലല്ലോ. പുറത്തേക്ക് പോകാൻ പറ്റില്ല, വല്ലാത്ത വെയിലാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ വല്ലാതെ ഫ്രഷായി. സംശയമുണ്ടോ? ഇത്രയും ചൂടത്ത് നീ ഫ്രഷ് ആയെന്നോ? ചൂടിൽ നിൽക്കുന്നത് നീയാണല്ലോ. അപ്പൊ നീ എന്താ ഇത്ര നേരം ഫ്രിഡ്ജിനകത്താണോ ഇരുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ നല്ല തണുത്ത കാറ്റ് കൊണ്ടാണ് വരുന്നത്. സംശയമുണ്ടോ? ഇവൻ നമ്മളെ മണ്ടനാക്കുക. പുറത്ത് നല്ല വെയിലാണ്, അപ്പൊ തണുത്ത കാറ്റ് വിടുന്ന. മുകളിൽ ആകാശത്തിൽ നല്ല തണുപ്പാണ് അവിടെ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആകാശത്തിലേക്ക് പോകുന്നു. കൊച്ചളിയാ, എനിക്ക് ഒന്ന് പറക്കണം. കഴുതേ, പൂച്ചയ്ക്ക് പറക്കാൻ കഴിയില്ല. ചിറകുണ്ടായിരുന്നെങ്കിൽ നമുക്കും പറക്കായിരുന്നു. തണുത്ത കാറ്റും കൊള്ളായിരുന്നു. അമ്മച്ചി, കൊച്ചളിയാ, എനിക്ക് വല്ലാതെ ചൊറിയുന്നു. ചൂടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ചൂടോടൊന്നല്ല, എനിക്ക് ഒന്ന് ചൊറിഞ്ഞു തരോ പ്ലീസ്? കണ്ണ സാറിന്റെ വീട്ടിലേക്ക് പോയി ഗുളിക വാങ്ങി കഴിക്ക്. ശരി. രണ്ടെണ്ണം ഞാൻ കഴിച്ചു. എന്തായാലും ഇനി നാളെയും ചൊറിച്ചിലുണ്ടാവില്ല. താങ്ക്സ് കിറ്റി. വെൽക്കം. ഇനിയിപ്പോ എന്താണ്? ഒന്നുമില്ല, നീ വെൽക്കം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു. കഴുതി, നീ പറഞ്ഞ താങ്ക്സിന് ഞാൻ വെൽക്കം പറഞ്ഞതാണ്. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് പുസ്തകം വായിക്കണം. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? അടിപൊളി, ഞാനിതാ പറക്കുകയാണ്. ബണ്ണി, സോർദാരേ, അണി. ഇവൻ പറക്കുകയാണോ അത് നമ്മൾ സ്വപ്നം കാണുകയാണോ? അവനാണ് മണ്ടൻ, നീയല്ല. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു സ്വപ്നം കാണുന്നത് എങ്ങനെയാ? ഹണി, നീ താഴേക്ക് വാ, അല്ലെങ്കിൽ വലിയ അപകടമാകും. ഇല്ല, നല്ല രസം തോന്നുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോ സിറ്റി കാണാൻ നല്ല, കൂടാതെ മുകളിൽ ചൂടുമില്ല. പോപ്പട്ട് പറഞ്ഞത് ശരിയാണ്. എടാ പോപ്പട്ടെ,
ഏയ് ആ എടാ നീ പറക്കുകയാണല്ലോ, സംശയമുണ്ടോ? അതെ, ഞാൻ കണ്ണാ സാറിന്റെ വീട്ടിൽ പോയി ഗുളിക കഴിച്ചപ്പോ എനിക്ക് പറക്കാൻ കഴിഞ്ഞു. നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവിടെ മുകളിൽ നല്ല തണുപ്പുണ്ട്. വാ നമുക്ക് പറന്ന് കളിക്കാം. കളിക്കാം. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. ചൂടത്ത് ഗ്രീൻ തണുപ്പ് നൽകും. നീ പേടിക്കണ്ട പാപ്പട്ട്, ഞാനിതാ എത്തിപ്പോയി. ഇതിനേക്കാളും ബാഡ് ലക്ക് വേറെന്താണുള്ളത്? പൂച്ചകൾ ഞങ്ങളെ പറന്നാക്രമിക്കുന്നു. വാവ്, അയ്യോ. ഹേയ്, ബണ്ണി, ജോർദാനെ, എന്ത് പറ്റി? ആ മിസൈലിൽ ഹണിയുണ്ട്. എന്ത്? ഈ കഴുത ഇത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്? ഓ, എന്താ ഇത്? ഇവൻ എന്തിനാ ഈ മിസൈലിന്റെ പുറത്ത് ഇങ്ങനെ കേറിയിരിക്കുന്നത്? സാർ, ഈ മിസൈൽ എങ്ങാനും താഴെ വീണാ? ടെൻഷൻ അടിക്കണ്ട സാർ, മിസൈൽ തിരിച്ചു വരികയാണ്. എല്ലാം പോയി. ഇത് അതിനേക്കാളും വലിയ ടെൻഷൻ ആണല്ലോ. ഇവിടെ കാണാൻ വീണ ആ മിസൈൽ പൊട്ടുകയാണെങ്കിൽ നമ്മുടെ പണി തീരും. വാവ്, ഇവൻ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഇതെന്തായാലും ഒട്ടും ശരിയുള്ള കാര്യമല്ല. എന്റെ പണി ഇന്നത്തോടെ തീരും. വാവ്, വാവ്, ഓ മൈ ഗോഡ്, വാവ്, വാവ്. ഈ പൂച്ച കാരണമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നത്. അവനെ വേഗം പിടിക്ക്. കൂട്ടാളികളെ, അറ്റാക്ക് ചെയ്യൂ. ശത്രുക്കൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. തന്റെ ഓരോ കാര്യം. വേഗം വരൂ. 10 രൂപയുടെ ടിക്കറ്റ് 100, 10 രൂപയുടെ ടിക്കറ്റ് 100. വേഗം വരൂ. നമ്മളുടെ ബ്ലാക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയല്ല വന്നത്. പിന്നെന്തിനാ വന്നത്? നമ്മൾ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? അതൊക്കെ പറഞ്ഞു തരാം. ആദ്യം പൂച്ചയെ പോയി പിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇവൻ പോലീസിനോട് പറയും. നമുക്കൊരു കൈ നോക്കാം. എന്റെ കൂട്ടുകാരെത്തിക്കഴിഞ്ഞു. അതെയോ, അത് നല്ല കാര്യം തന്നെയാ. എങ്കിൽ നമുക്ക് ഇടി അങ്ങോട്ട് തുടങ്ങിയാലോ? ദാ തുടങ്ങിക്കഴിഞ്ഞു.
ആയുധം താഴെയിടൂ, ആയുധം താഴെയിടൂ. ഇവിടെ 4 വശത്തും പോലീസ് ടീം വളഞ്ഞിരിക്കുകയാണ്. എടോ, താൻ പോലീസ് ഇൻസ്പെക്ടർ അല്ല, താനൊരു സ്മഗ്ലറാണ്. കിറ്റി, ഇത് ഫൗളാണ്. ആരും ഫുട്ബോൾ കൈകൊണ്ട് പിടിക്കാറേ ഇല്ല. കഴുതേ, അവൻ കളിക്കുന്നില്ല, മനസ്സിലായോ? ആ, ഞാനിവിടെ കളിക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാസ് തരാൻ വേണ്ടി വന്നതാ. പാസോ? അടിപൊളി. എന്തിന്റെ പാസാ? ഇത് അവാർഡ് ഫംഗ്ഷന്റെ പാസുകളാണ്. ഞാൻ ബെസ്റ്റ് ആക്ട്രസിനുള്ള നോമിനേഷനിലുണ്ട്. അഭിനന്ദനങ്ങൾ കിറ്റി, ഞാൻ തീർച്ചയായും വരും. അതെ, നമ്മളെല്ലാവരും വരും, തീർച്ച. അതിന്റെ ഡാൻസ് പെർഫോമൻസ് കൂടിയുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോ പോകുക, എനിക്ക് ഒരുപാട് പേര് വിളിക്കാനുണ്ട്. ഈ കാർഡ് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. See you all there. Bye. വരൂ, നമുക്ക് അവാർഡ് ഫംഗ്ഷന് പോകാനുള്ള തയ്യാറെടുക്കാം. ഹണി, പാസ് സൂക്ഷിച്ചു വെക്കണേ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് തരൂ. കിറ്റിയെന്ന് കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു. ആ, വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ഹണി, പാസെല്ലാം എന്ത് ചെയ്തു? അലമാരയിലുണ്ട്. പാസുകൾ എന്തിനാടാ അലമാരി വെച്ചത്? ബണ്ണിയും കിറ്റിയും പറഞ്ഞല്ലേ പാസുകൾ സൂക്ഷിച്ചു വെക്കണമെന്ന്. എനിക്ക് പാസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ തെറ്റാ. അല്ല കൊച്ചളിയാ, ഞാനും കഴുതയാ. പാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ അകത്ത് പോകും? ആ, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്നെ ആരും സ്വാഗതം ചെയ്യില്ലേ? എല്ലാവരും മാറൂ, വഴി തരൂ. എക്സ്ക്യൂസ് മീ സർ, നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായില്ലേ? ഇദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാറാ. സൂക്ഷിച്ചു നോക്കെന്നെ, അല്ലെങ്കിൽ ചവിട്ടും ഞാൻ. നീ ഹണിയുടെ പുറകെ, ഹണി നിന്റെ പുറകെ. സോ മച്ച് ഫൺ. ഹായ്, നല്ല വാസന. ഈ കേക്കിന്റെ മണായിരുന്നല്ലേ? കള്ളൻ, കള്ളൻ, പോലീസിനെ വിളിക്കൂ. ഇയാൾ ഇവിടെ നിന്ന് ഓടിക്കൂ. പിന്നെയും എന്റെ ഡ്രസ് ചീത്തയായി. അയ്യോ, നീ വിഷമിക്കേണ്ട മോനെ, വേറെ ഡ്രസ് കൊണ്ടുവരാം. ഹേയ് പുഷ്പ, ഇവന് വേറെ ഡ്രസ് കൊണ്ടുവാ.
ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ബാക്കിക്കാണ് കിട്ടേണ്ടത്. നമുക്കിപ്പൊ തന്നെ അവാർഡ് കമ്മിറ്റിക്ക് മുമ്പിലുള്ള കിറ്റിയുടെ കാർഡ് എടുത്ത് ബാക്കിയുടെ കാർഡ് വെക്കണം. എൻവലപ്പ് 7-ാം നമ്പർ പണി നടന്നേക്കും. ഇവര് കിറ്റിയുടെ അവാർഡ് വേറെ ആർക്കോ കൊടുക്കാൻ പോവുക. ഈ കാര്യം എല്ലാരോടും ചെന്ന് പറയണം. നിങ്ങളൊരു പട്ടിയും പൂച്ചയും തത്തമ്മ എവിടെങ്ങാനും കണ്ടായിരുന്നോ? ഒരു പോകാം. നിങ്ങൾ ഗാർഡ്സിലേക്ക് നോക്കിക്കോളൂ. ഞാൻ മേക്കപ്പ് നമ്പർ 7-ൽ പോയി എൻവലപ്പ് ചേഞ്ച് ചെയ്യുന്നത് തടഞ്ഞിട്ട് വരാം. ഞങ്ങൾ ഡാൻസേഴ്സ് ആണ്. ഞങ്ങളുടെ തുണി ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പെർഫോം ചെയ്യേണ്ട നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ അപ്പൊ അവിടെ ആരാ പെർഫോം ചെയ്യുന്നേ? അതാ ഇതാണ് റൂം നമ്പർ 7. കൊച്ചലിയ, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാ നമ്മൾ ഇതുപോലത്തെ വെക്കേഷന് പോകുന്നത്? അതെ, ഈ രാത്രിയിൽ ഈ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്നത് എന്ത് രസമാണെന്നോ. എനിക്ക് രാത്രിയായ പിന്നെ നല്ല പേടിയാ. അത് മാത്രമല്ല, രാത്രിയിൽ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് വലിയ ആപത്താ. ഇങ്ങനത്തെ വിജനമായ സ്ഥലത്തെല്ലാം പ്രേതമുണ്ടാകും. സംശയമുണ്ടോ? പ്രേതവും ഭൂതമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വീണെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. നീ കാർ വേഗം ഓടിക്കേ. ആശാനെ, വല്ല വേഗം വീണതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മോപ്പട്ട്, വേഗം പോയി ഒന്ന് ചെക്ക് ചെയ്യൂ. എന്ത് പറ്റി? എന്താ? അവര് നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോവാ. പിടിക്കേ. എടാ, പ്രേതങ്ങൾ ആരെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. മുഴുവൻ സാധനങ്ങളും എടുത്തോണ്ട് പോയി. കൊണ്ടുപോയി പൊയ്ക്കോട്ടെ. നീ ഇങ്ങോട്ട് വാ. കാർ എന്തിനാ നിർത്തിയത്? നമ്മളെ സാധനങ്ങൾ എടുത്തോണ്ട് പോയില്ലേ, അതുകൊണ്ട് പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കാം. കൊച്ചലിയ, നീ എന്നെക്കാളും വലിയ കഴുതയാണ്. പ്രേതത്തിനെതിരെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കോ? അങ്ങനെ എഴുതിയാലും പ്രേതത്തിനെ ആരെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പ്രേതവും ഭൂതവും ഉണ്ടാവില്ല. ഉണ്ട്, ആ കാട്ടിലുണ്ട്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അല്ല, നീ ആരാ? തലതിരിഞ്ഞ ബാബ. ആദ്യം താനൊന്ന് ഡിസൈഡ് ചെയ്യ്. തല തിരിഞ്ഞവനാണോ അതോ ബാബയാണോന്ന്? ബാബയായിരുന്നു. ഞാൻ പ്രേതങ്ങളെ പിടിക്കാൻ പോയി. അവരെന്നെ പേടിപ്പിച്ച് തലതിരിഞ്ഞവനാക്കി. ആര്? പ്രേതങ്ങളോ?
നീ എന്നെക്കാളും വലിയ മണ്ടനാണല്ലോ. പ്രേതം എങ്ങനെ തലതിരിഞ്ഞവനാകും? നിങ്ങളല്ലേ പ്രേതങ്ങളെ പേടിപ്പിച്ചത്? പ്രേതങ്ങളാണ് എന്നെ പേടിപ്പിച്ചത്. ആ? അപ്പൊ നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത്? എന്റെ അമ്മൂ, ഇത്രയും ചോദ്യങ്ങളോ, ഞാൻ തലതിരിഞ്ഞവനായി പോകും. പക്ഷെ നിങ്ങളിപ്പൊ തന്നെ തലതിരിഞ്ഞവനല്ലേ? ആ? നിങ്ങൾ എല്ലാവരും വട്ടന്മാരായി പോവും. ഓടിക്കോ ഇവിടുന്ന്. കാട്ടിലെ പ്രേതങ്ങൾ ഭീകരന്മാരാണ്. ഓടിക്കോ. പോപ്പറ്റ്, ഒരുപക്ഷെ അതെല്ലാം ശരിക്കുള്ള പ്രേതങ്ങളാണെങ്കിലോ? അവകൾ നിന്നെ തലകുത്തനെ പിടിച്ചാട്ടും, കിണറ്റിൽ മുക്കി എടുക്കും, ഇരുണ്ട ഗുഹയിൽ പിടിച്ചടയ്ക്കും. സംശയമുണ്ടോ? നിനക്ക് പേടിയാവുന്നില്ലേ? ഇല്ല, ഞാനങ്ങ് പറന്നു പോവില്ലേ? സംശയമുണ്ടോ? എടോ, ഒന്നും സംഭവിക്കില്ല. കാർ ഒന്ന് പതുക്കെ ഓട്ടിക്ക്, എന്നാലല്ലേ അവർക്ക് മുകളിൽ ചാടാൻ കഴിയൂ. നിങ്ങളുടെ ഏരിയയിൽ വന്നിരിക്കല്ലേ, ഞങ്ങളെ സ്വാഗതം ചെയ്യില്ലേ? കണ്ടില്ലേ, പ്രേതങ്ങളാണെങ്കിൽ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നതിനാ. വാ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. രക്ഷപ്പെടരുത്. ഹലോ പാണ്ഡേ സാറേ, GPS ഓൺ ചെയ്തു. ആറ് പെട്ടെന്ന് വാ. ഈഷ്, അതാ ആ വശത്ത് നിന്ന് സിഗ്നൽ വരുന്നു. വേഗം വാ. ദേ പോണു അവർ. ഇടിക്കവരെ. ഇതാണ് നമ്മുടെ സങ്കേതം. വേഗം പോയി നമുക്ക് അവരെ പിടിക്കാം. ഇതെന്താ പ്രേതങ്ങളുടെ റണ്ണിംഗ് റേസോ? ബോസ്, ബോസേ, എന്ത് പറ്റിയടാ? ബാബ, ഞങ്ങളുടെ പുറകെ സത്യമായിട്ടുള്ള പ്രേതങ്ങൾ വരുന്നുണ്ട്. നീയോ? എടാ, ഇവൻ പ്രേതമൊന്നുമല്ല, വട്ടനാ. ഈ നിൽക്കുന്ന മുഴുവൻ ഇവന്റെ ആൾക്കാരാ. മഹാകള്ളനാണ്. സംശയമുണ്ടേ? നിന്നെ പിടിച്ചു. ഓക്കെ, ഇനി എന്റെ ഊഴം. ഇപ്പൊ നീ ഓടിക്കോ, ഞാൻ നിന്നെ പിടിക്കാം. ഓക്കേ. എടാ മണ്ട, എന്നോട് സാറ്റ് കളിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇതിനെ പിടിക്കാനാ പറഞ്ഞത്. എന്ത് രസമുള്ള കളിയായിരുന്നു. ശരി, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവനെ പിടിക്കാം കേട്ടോ.
ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ 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 വാ. അവിടെ എന്താ പ്രശ്നം? അറിയാൻ പറ്റുന്നില്ലല്ലോ. പോയി നോക്കാം. ഇങ്ങോട്ട് വാ. ഞാനാണ് മൂത്തവൻ. മൂത്തവരെ ബഹുമാനിക്കുന്നത് നല്ല കാര്യമാണ്. വലിയവർക്ക് വലിയ മര്യാദ കിട്ടണം. മനസ്സിലായോ? ഇങ്ങനെ വലുതായിട്ട് വല്ലോ കാര്യമുണ്ടോ? നീ തന്നെ നിന്നെ കുറിച്ച് എപ്പോഴും വലിയവൻ വലിയവൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? മനസ്സിലായോ? ഞാൻ വയസ്സിൽ വലിയവനാണ്, സൈസിൽ വലിയവനാണ്, ടാലന്റിലും വലിയവനാണ്. ഞാൻ വലിയ ഡോക്ടറാണ്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരൂ. ഞാനും വലിയ വൈദ്യനാ. നീ ലേഹ്യം കൊടുത്ത ആൾക്കാരുടെ ലോഹ്യം പിടിച്ചു പറ്റുകയാണ്. നീ ഇഞ്ചക്ഷൻ കൊടുത്ത ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നു. എന്റെ ടാബ്ലറ്റ് പവർഫുൾ ആണ്. ഇത് കഴിച്ചാൽ ആൾക്കാരുടെ ബുദ്ധി വർദ്ധിച്ച് അവർ ജീനിയസ് ആകും. എന്റെ ലേഹ്യം അതിലും പവർഫുള്ളാ. ഇത് കഴിച്ചാൽ ആൾക്കാരുടെ ശരീരത്തിന് നല്ല ബലമുണ്ടാകും. അതെയോ? നിനക്ക് തോന്നുന്നുണ്ടോ നീ പവർഫുൾ ആണെന്ന്? ആ, എങ്കിൽ നമുക്ക് മത്സരിക്കാം. 15 മിനിറ്റിനുള്ളിൽ ഗ്രൗണ്ടിൽ കാണാം. ഓക്കേ. ഇവരെന്തിനാ വഴക്കൂടുന്ന കന്നാ സാറേ? ഞാൻ വാങ്ങിയ പുതിയ ബനിയൻ ടൈറ്റായി. അവർ രണ്ടുപേർക്കും ഈഗോ കാരണം ഫൈറ്റായി. അടികൈ. ഇത് കൈയടിക്കാനുള്ള സമയമല്ല. രണ്ട് സഹോദരന്മാർ തമ്മിൽ അടികൂടുകയാണ്. അത് നിങ്ങൾക്ക് തമാശ. ഡോക്ടർ ബാലു, നിങ്ങളിങ്ങനെ ഒരിക്കലും വഴക്കൂടുന്നത് ശരിയല്ല. ആ, രണ്ടുപേരും ഉറപ്പായിട്ടും സേഫ്റ്റി കാർഡ് അണിയേണ്ടതാണ്. കഴുതേ, രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്ക് കൂടാനേ പാടില്ല. സംശയമുണ്ടോ? ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് വിചാരിച്ച് സംസാരിക്കുന്നത് തെറ്റാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കൂ. നിനക്കൊരു കാര്യത്തിൽ വിവരമില്ലെങ്കിൽ അത് വിവരമുള്ളവരുടെ അടുത്ത് പറഞ്ഞ് വിവരിക്കാൻ നോക്കുന്നത് തന്നെ വിവരമുള്ളവർക്ക് ചേർന്നതല്ല. ഇത് മനസ്സിലായോ? എന്നാ ദൂരേക്ക് മാറി നിന്ന് നോക്കൂ. ഞങ്ങളിൽ പവർഫുൾ ആയത് ആരാണെന്ന്. അങ്ങോട്ട് പോയിക്കോളൂ. സമൂസ ഇല്ലെങ്കിൽ ആ എണ്ണയിൽ പപ്പടം ഉണ്ടാക്കാം. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാം. ഇനി നോക്കിക്കോ ഞാൻ എത്ര പവർഫുൾ ആണെന്ന്. നോക്കിക്കോ. ഇതായിരുന്നു നിന്റെ ശക്തി. ഇനി നോക്കിക്കോ എന്റെ പവർ. കണ്ടില്ലേ, എനിക്കൊന്നും പറ്റിയില്ല. ഈ കട്ടയ്ക്കും ഒന്നും തന്നെ പറ്റിയില്ല. അങ്ങനെയാണോ? എന്നാ ഇപ്പൊ നോക്കിക്കോ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇങ്ങോട്ട് വരൂ. എണ്ണി നോക്കൂ എന്റെ ഒരൊറ്റ ഇടിയിൽ എത്ര പഴങ്ങളാണ് വീണതെന്ന്. ഇനി നമുക്ക് നോക്കാം ദഹനക്കേടിന് എന്റെ മെഡിസിൻ ആണോ നല്ലത്, നിന്റെ ചൂർണമാണോ നല്ലതെന്ന്. ഐഡിയ കിട്ടിയോ? നിനക്ക് വട്ടുണ്ടോ? കിട്ടിയാ പറയില്ലേ? അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നീയല്ലേ പറഞ്ഞത് വീട്ടിൽ വന്ന് ആലോചിക്കാന്ന്. ദേ വീടെത്തി. എടാ, കുറച്ച് സമയം വേണം. എത്ര സമയം നിനക്ക് വേണം? അടുത്ത വർഷമെങ്കിലും ഐഡിയ കിട്ടുമോ നിനക്ക്? ഹണി, നീ എന്റെ മേടിക്കും. മൂത്ത ചേട്ടനെ തല്ലുവന്നോ? ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നോ? പറ. ശല്യപ്പെടുത്തുന്നോ? ഉത്തരയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ കൊഞ്ഞനെ കുത്തി മൂത്ത ചേട്ടനെ തല്ലുന്നത്. എന്താണ് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വഴക്കൂടുകയാണോ? ഇങ്ങനെ രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്കിടുന്നത് നല്ല കാര്യമല്ല. എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ? ഗ്രേറ്റ്. നാളെ കാലത്ത് തന്നെ നമുക്കിത് ചെയ്യാം. ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു കഴുത എന്റെ ചേട്ടനാവാൻ പാടില്ല. മൂത്ത ചേട്ടനെ നീ കഴുതയെന്ന് വിളിക്കുന്നോ?
നീ എന്റെ അനിയനാവാൻ സാധ്യതയില്ല. നിനക്ക് നന്നായിട്ട് അറിയാം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടല്ലേ സ്ട്രോബെറി നീ മനഃപൂർവ്വം എന്റെ നേരെ എറിഞ്ഞത്. വാനില ഐസ്ക്രീം ഇഷ്ടമല്ലേ? ഇന്നാ പിടിച്ചോ. യക്ക. നിൽക്കൂ. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. ഇത്രയും വലുതോ? ആ വരൂ. ഇന്നാ തകവളി എടുത്തോ. ഡൺ. ഉരുളക്കിഴങ്ങ് പിടിച്ചോ. ഡൺ. ഇതാ ചേട്ടാ. ഡൺ. വെൽ ഡൺ ബോയ്സ്. ലിസ്റ്റ് തീർന്നോ? ഇനിയും പാതി സാധനങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലേ വീട് സൂപ്പർ മാർക്കറ്റ് ആയി പോകും. നല്ലതല്ലേ? അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാലോ. ഈ മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. വീട്ടിൽ സാധനമുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ ആരും പൈസ തരില്ല. സംശയമുണ്ടോ? കഞ്ചോസ്, ചന്തയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പൈസ കൊടുക്കാം, പക്ഷെ വീട്ടിൽ പൈസ തരില്ലേ? അതെ, മുകളിൽ പോയി തല മുട്ടിച്ചാലേ തല പൊട്ടിച്ചതറി പോവും. പക്ഷെ ഈ ചുമരി പോയി തല മുട്ടിക്കുന്നത് എന്തിനാ? ഞാൻ തക്കാളി കഴിക്കാൻ. എന്റെ തക്കാളി എവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്. തീർന്നുപോയി. തക്കാളി കഴിക്കാനാണ്, ഒളിച്ചു വെക്കാനല്ല. ബാക്കിയുള്ള തക്കാളികൾ എവിടെ? തീർന്നു പോയെന്നേ. 10 കിലോ തക്കാളിയാ തിന്നത്. എന്റെ കാശ് എവിടെ? നിനക്ക് എത്രയും പൈസ മതിയോ? ഇതെന്താ റൗഡിസാ? നീ ആരടാ? തക്കാളി കഴിക്കാനുള്ളതാണ്, ഒളിച്ചു വെക്കാനല്ല. എന്റെ മുഖം വൃത്തികേടാക്കിയോ? അതായിരിക്കുന്നു. എന്നാ പിടിച്ചോ. താങ്ക് യു. എന്റെ വയറ് നിറഞ്ഞു. നാളെ വരാം, തക്കാളി കഴിക്കാം. ആരാണത്? സപ്പാട്ടണ്ണ സർക്കസിലായിരുന്നു. അവിടത്തെ റിംഗ് മാസ്റ്റർ സലാഡിലുള്ള തക്കാളി എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും ഇവന് കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങേര് തക്കാളി കഴിക്കും, പക്ഷെ പൈസ കൊടുക്കും. പൈസ ചോദിച്ചാൽ അടിക്കും. തക്കാളി കഴിക്കാതിരിക്കാനാവില്ല. നാളെ തൊട്ട് ഇവിടെ നിന്നും ഇയാൾക്ക് തക്കാളി കിട്ടില്ല. എങ്ങനെ? ആ വാ പറയാ. ഈ സപ്പട്ടേണ്ണ ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. തക്കാളി കഴിക്കാനുള്ളതാണ്, ഒളിപ്പിച്ചു വെക്കാനല്ല. തക്കാളി ഇല്ല.
തക്കാളി തീർന്നോ? കാലത്ത് ബണ്ണി ചേട്ടൻ മുഴുവനും വാങ്ങിക്കൊണ്ട് പോയി. തക്കാളി എവിടെ? തക്കാളി എവിടെ? തക്കാളി ഇവിടെ ഇല്ല. ബണ്ണി സെട്ടെല്ലാം വാങ്ങിച്ചോണ്ട് പോയി. കൊള്ളാം തക്കാളി. തക്കാളി തീർന്നോ? ഓ, കാലത്ത് ബണ്ണി സെട്ട് എല്ലാം വാങ്ങിച്ചോണ്ട് പോയി. നിന്റെ വീട്ടിലെങ്കിലും കാണില്ലേ? രണ്ടുണ്ടായിരുന്നു. അതെന്റെ ഭാര്യ ചമ്മന്തി ഉണ്ടാക്കി. അപ്പൊ ചമ്മന്തി എവിടെ? ഞാൻ കഴിച്ചു. എവിടെയാണ് ഈ ബണ്ണി സെട്ട്? കെച്ചപ്പ് ഫാക്ടറിയോ? ഈ നഗരത്തിലെ തക്കാളി കൊണ്ട് കെച്ചപ്പ് ഉണ്ടാക്കിയോ? വീടില്ല ഞാൻ അവനെ. ബണ്ണി സെട്ടിനെ ഞാൻ കെച്ചപ്പ് ആക്കും. സപ്പട്ടെണ്ണം വരൂ. ആ, അവന് തക്കാളി ഇല്ലാതെ കഴിയാൻ പറ്റില്ല. തക്കാളി ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. ബണ്ണിയുടെ കെച്ചപ്പ് ഫാക്ടറി എവിടെ? ഇതിലേ പോയാ മതി. അവൻ വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. സംശയമുണ്ടോ? തക്കാളി, ഇത്രയധികം തക്കാളി. ഞാൻ കേട്ടതെല്ലാം ബണ്ണി സെട്ട് വാങ്ങിച്ചെന്നാണല്ലോ. നിനക്ക് ഈ ബണ്ണി സെട്ടിനെ അറിയാമോ? ഇതാണ് അഡ്രസ്. അഡ്രസ് ഒക്കെ ഇത് തന്നെയാ. ഞാൻ നിന്റെ കാര്യമല്ല, ബണ്ണി സെട്ടിന്റെ കാര്യമാ ചോദിച്ചത്. തക്കാളി കഴിക്കാനുള്ളതാണ്, വലിച്ചെറിയാനുള്ളതല്ല. ബണ്ണി സെട്ടിന്റെ അഡ്രസ്. എടോ തടിയൻ കൊറില്ലേ, ഇതാണ് അഡ്രസ്. ഇദ്ദേഹമാണ് ബണ്ണി സേട്ട്. സംശയമുണ്ടോ? തക്കാളി നീ വിഴുങ്ങിയോ? വിടില്ല നിന്നെ ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു തക്കാളി കഴിച്ചു കാണിക്ക്. ചലഞ്ചോ? ചപ്പട്ടണ്ണനോടാണോ ചലഞ്ച്? ഞാൻ എല്ലാ തക്കാളിയും കഴിച്ചു കാണിക്കാം. സപ്പട്ടണ്ണനെ പറ്റിക്കുന്നോ?